عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹ്. ഇനിയാണ് കൂട്ടരെ ശ്രദ്ധേയമായ ദിനങ്ങൾ, ശ്രദ്ധേയമായ നിമിഷങ്ങൾ. അതേ, വളരെ വളരെ സജീവമായ ഗൗരവത്തോടെ കാണേണ്ട, ഇടപെടേണ്ട നിമിഷങ്ങൾ തന്നെ. നാം മുമ്പ് സൂചിപ്പിച്ചല്ലോ, വിശുദ്ധ റമദാന്റെ ആഗമനത്തിന് മുമ്പ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അണികളെ സജ്ജമാക്കിയല്ലോ. ഈ മാസത്തിന്റെ പ്രാധാന്യം എണ്ണി 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 അനവധി നിരവധി കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടുള്ള പ്രഭാഷണമായിരുന്നു. അതിൽ ഒരു വാചകം നമുക്ക് ഇവിടെ അവസരോചിതം സൂചിപ്പിക്കാം. ഷഹറും ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹർ. അതെ, ഈ മാസം അതിൽ ഒരു രാത്രിയുണ്ട്. ആ ഒരു രാത്രി 1000 മാസത്തേക്കാൾ ഉത്തമമാണ്. അതെ, ഒരൊറ്റ രാവിനെ കുറിച്ചാണ് ഈ പറയുന്നത്. 1000 മാസം ഇബാദത്ത് ചെയ്ത, സൽക്കർമ്മങ്ങൾ ചെയ്ത പ്രതിഫലം ഒരൊറ്റ രാവ് കൊണ്ട് കിട്ടുകയാണ്. വിശ്വാസികൾ ഒരു സൗഭാഗ്യം, മുഅ്മിനീങ്ങൾ ഒരു സൗഭാഗ്യം. നാം ആലോചിക്കാറൊക്കെ ഉണ്ടോ? ഇതൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ കേട്ട് കേട്ട് ഇങ്ങനെ അങ്ങ് വിടും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിൽ നിന്നുകൊണ്ടാണ് ഇത് വന്നിട്ടുള്ളത്, ഈ രാത്രിയെ കുറിച്ച്. ഒപ്പം ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയിട്ടില്ലേ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. അതേ, പരിശുദ്ധ ഖുർആനിന്റെ അവതരണം ലൈലത്തുൽ ഖദറിലാണ്. എന്നിട്ട് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്നുണ്ട്, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ എന്താണ് അതിന്റെ വലിപ്പം, അതിന്റെ മഹത്വം അങ്ങേക്ക് മനസ്സിലായിട്ടുണ്ടോ, ഗ്രഹിച്ചിട്ടുണ്ടോ? എന്നിട്ട് പറഞ്ഞിട്ട് അള്ളാഹു തആല പറഞ്ഞു, അത് 1000 മാസത്തേക്കാൾ ഉത്തമമാണ്, ഖുർആനിന്റെ പ്രസ്താവ്യമാണ്. അപ്പോൾ പിന്നെ ഖുർആനും ഹദീസും ഒരുമിച്ച് ഒരു കാര്യം പറയുമ്പോൾ എന്തായിരിക്കും ഈ രാത്രിയുടെ മഹത്വം? നാം നിസ്സാരമാക്കി കാണേണ്ടതല്ലല്ലോ. ഒരുങ്ങണം. അപ്പോൾ ഹദീസിൽ തന്നെ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാന്റെ അവസാന വേളയിലേക്ക് പ്രവേശിക്കുമ്പോൾ, അവസാന വേള എന്ന് പറഞ്ഞാൽ ഇപ്പോഴാ റമളാൻ 19, 20 പിന്നിടുകയാണല്ലോ. ഇനി 10 ദിനങ്ങൾ, അവസാനത്തെ 10 നാളുകൾ, അത് കഴിഞ്ഞ നാളുകളെക്കാളും വിശിഷ്ടമാണ് എന്നാണ് ഹദീസിന്റെ ഭാഷ്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന ഭാഗമാകുമ്പോൾ അൽഖള അഹ്ല, ഹദീസിന്റെ ഭാഷയാ, കുടുംബക്കാരെയൊക്കെ വിളിച്ചുണർത്തും, സജീവമാകാൻ വേണ്ടി. അപ്പൊ ശബ്ദ മേസറ, ഹദീസിൽ കാണാൻ നിമിഷങ്ങൾ അരിയുടുപ്പ് ശരിക്കും മുറുക്കി ഉടുക്കും എന്ന് പറഞ്ഞാൽ അതൊരു ഭാഷ. അഥവാ എല്ലാ നിലയ്ക്കും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറെടുപ്പിലാണ്. അള്ളാഹിന്റെ റസൂൽ എപ്പോഴാണ് ഇബാദത്തില്ലാത്ത സമയമുണ്ടോ, ദിക്റില്ലാത്ത സമയമുണ്ടോ, ആത്മീയ ചിന്തയില്ലാത്ത സമയമുണ്ടോ? ഇല്ലല്ലോ. മുഴുവൻ സമയം, എല്ലാ ദിനങ്ങളും, എല്ലാ മാസങ്ങളും, എല്ലാ നാടുകളിലും, പ്രവാചകന്റെ നാടുകളും നിമിഷങ്ങളും അങ്ങനെയാണ്. അതേ മുത്തനബി തങ്ങൾ റമദാന്റെ മഹത്വം ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു. പ്രത്യേകിച്ച് റമദാൻ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ വളരെ വളരെ സജീവമായി, എന്ന് പറഞ്ഞാൽ അത് അണികൾക്ക് കൂടി നമുക്ക് മാതൃകയാകണമെന്നാണ്. സുബ്ഹാനല്ലാഹ്. ഈ വിശുദ്ധ റമദാൻ കടന്നു വരുമ്പോൾ നാം സൗഭാഗ്യവാന്മാരല്ലേ? ഇപ്പോൾ നമ്മുടെ പള്ളികളൊക്കെ സജീവം, നമ്മുടെ കുടുംബങ്ങളിലാണെങ്കിൽ ദിക്റ്, സലാത്ത്, യാത്രകളിലും മറ്റു നിമിഷങ്ങളിലുമൊക്കെ നാം ദിക്റുകളും സലാത്തുകളും ആരാധനകളും കൂടുതൽ വർദ്ധിപ്പിക്കുകയാണല്ലോ. അപ്പൊ റമദാന്റെ കാര്യം തന്നെ വരുമ്പോൾ മുത്തനബി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അതില് 4 കാര്യങ്ങൾ വർദ്ധിപ്പിക്കണം. അതിൽ 2 കാര്യം അള്ളാഹുവിനക്ക് തൃപ്തിയുള്ളതാണ്, 2 കാര്യം നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അമല്ലത്താനി തർളൂൻ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ തൃപ്തിപ്പെടുന്ന 2 കാര്യങ്ങൾ. അതിപ്പോ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിറൂന, അള്ളാഹുവിനുള്ള വിശ്വാസ പ്രഖ്യാപനം തന്നെ. ഒപ്പം വസ്തഗ്ഫിറൂന, പടച്ചവനോട് നിങ്ങൾ പൊറുക്കലിനെ തേടണം. അതെ, നമ്മൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ ഇങ്ങനെ തേടിയാൽ അള്ളാഹ്ക്ക് അത് നല്ല ഇഷ്ടമാണ്. പൊറുക്കനെ മാപ്പ് ചെയ്യണേ എന്ന് പറയും. പിന്നെ നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത 2 കാര്യം. അതിപ്പോ തസ്അലു ജന്ന, സ്വർഗം നിങ്ങൾ ചോദിക്കണം. നരകത്തെ തൊട്ട് അള്ളാഹുവിനോട് നിങ്ങൾ കാവല് ചോദിക്കണം. സ്വർഗം നമുക്ക് വേണമല്ലോ, നരകം നമുക്ക് ആലോചിക്കാനും പോലും സാധ്യമല്ല. അതെ, ഇത്തഖും മിനന്നാർ. അവസാനത്തെ 10 കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി, ഇത്തഖും മിനന്നാർ, നരകമോചനം ധാരാളമായി നടക്കുന്ന നാടുകൾ എന്നാണല്ലോ. നമുക്കൊക്കെ യുത്തഖയിൽപ്പെടണം. ധാരാളം ഇസ്തിഗ്ഫാർ ചെയ്യൂ എൻ്റെ പ്രിയപ്പെട്ടവരെ. പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിലൊക്കെ റബ്ബിലേക്ക് നമ്മൾ ഖേദിച്ച്
ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ട് മടങ്ങണം ഈ നാളുകൾ. അൽഹംദുലില്ലാഹ്, ധാരാളം ഞാൻ സൂചിപ്പിച്ചല്ലോ, ധാരാളം ദിക്റുകളും ദുആകളും ഒക്കെ ഇപ്പൊ വർദ്ധിക്കുകയല്ലേ. അബൂ ഹുറൈറ തങ്ങളിൽ നിന്നുള്ള നിവേദനം കാണാമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലാഹി മലായികത്തൻ യതൂഫൂൻ ഫിത്തുറുഖ്, നിശ്ചയം അള്ളാഹുവിന്റെ ഒരു വിഭാഗം മലക്കൾ അവരിങ്ങനെ ഭൂമിയിലൂടെ സഞ്ചരിക്കുക, വഴികളിലൂടെ. എൽത്തമിസൂന അഹ്ല ദിക്രി, ദിക്റിന്റെ അഹരികാരെയാണ് അവർ തേടി നടക്കുന്നത്. അള്ളാഹ് ദിക്ർ ചെല്ലുന്ന സമൂഹത്തെ കണ്ടാൽ തനാദോ മലക്കുകൾ വിളിച്ചു പറയും, ഹലുമു ഇലാ ഹാജത്തിക്കും, നിങ്ങൾ മുന്നോട്ട് വരൂ, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ഇവിടെ പ്രഖ്യാപിക്കുക, ആവശ്യങ്ങളുടെ നിർവഹണം നടക്കട്ടെ, അതിലേക്ക് വേഗം വാ. എന്നിട്ട് ഹദീസിൽ കാണാം, ഈ ദാക്കരിയങ്ങളെ, വിശ്വാസികളെ മലക്കുകൾ അവരെ ചിറവ് കൊണ്ട് പൊതിയാണ്. അള്ളാഹു ചോദിക്കുന്നുണ്ട്, മലക്കുകൾ ചെല്ലുമ്പോൾ, നിങ്ങൾ എൻ്റെ അടിമകളെ കണ്ടോ? ഓ കണ്ടു. എന്താണ് അവർ ചെയ്യുന്നത്? പടച്ചവനെ നിനക്ക് ദിക്റും തസ്ബീഹും ചെല്ലുന്നു. അതിന് അവരെന്നെ കണ്ടിട്ടുണ്ടോ? മലക്കുകൾ കണ്ടിട്ടില്ല. കണ്ടിരുന്നെങ്കിലോ? അപ്പോൾ മലക്കുകൾ മറുപടി, ഓ ലൗ റഊക കാനൂ അശദ്ദ അലക ഇബാദത്തൻ, നിന്നെങ്ങാനും അവർ കണ്ടിരുന്നുവെങ്കിൽ, ദർശിച്ചിരുന്നുവെങ്കിൽ, ഇന്നത്തെ ഇബാദത്തുണ്ടല്ലോ അതിനേക്കാളുമൊക്കെ വളരെ വളരെ ഗംഭീരമായ വിഭാഗത്തിലും വശത്തിലൊക്കെ ചെയ്തു തഹ്മീദ, ദിക്ർ, നിന്നെ സ്തുതിക്കുക, നിന്റെ മഹിമകൾ പറയുക, ഇതൊക്കെ അവര് ധാരാളം ചെയ്യുമായിരുന്നു. സഹോദരി സഹോദരങ്ങളെ, നാം ചെയ്യുന്ന എല്ലാ നന്മകളും പടച്ചവൻ കാണുന്നുണ്ട്. മലക്കുകൾ നമ്മളെ അഭിവാദ്യം അർപ്പിക്കുന്നുണ്ട്. അതാ ശ്രദ്ധിക്കണേ, ഓർക്കണേ, ഗൗരവത്തിലെടുക്കണേ. ഇനിയുള്ള ദിനങ്ങൾ, ഇനിയുള്ള ഓരോ നിമിഷങ്ങളും പാഴാക്കരുത്. അനാവശ്യമായ കാര്യങ്ങളിലൊന്നും ഏർപ്പെടാതെ കണ്ട് പടച്ചവനിലേക്ക് ഖേദിച്ചു മടങ്ങാനും ഖുർആൻ പാരായണം, ദിക്ർ, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുവാനും, നമ്മുടെ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ശ്രദ്ധ ധാരാളം ഉണ്ടാകണം. തസ്ബീഹ് നിസ്കാരങ്ങൾക്കൊക്കെ ഇപ്പോൾ എപ്പോഴും വേണം. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ ദിക്ർ തേടി നടക്കുന്ന മലക്കുകൾ എന്ന് പറഞ്ഞാൽ റമദാൻ മാത്രമല്ല, എല്ലാ നാളുകളുമുണ്ട്. റമദാൻ ആകുമ്പോൾ നമുക്ക് ആ മലായികത്തിന്റെ അകമ്പടിയും അഭിവാദ്യവും സാന്നിധ്യവും ഒക്കെ കൂടുതൽ കിട്ടുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഈ ഹദീസ് ഇവിടെ സൂചിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ്, അല്ലാഹുവിലേക്ക്, നമ്മുടെ നാഥനിലേക്ക് നമുക്ക് കൈകൾ നീട്ടാം, ചോദ്യങ്ങൾ ചോദിക്കാം, നമ്മുടെ ഹൃദയം പടച്ചവനിലേക്ക് സമർപ്പിക്കാം. ലൈലത്തുൽ ഖദറിന്റെ സൗഭാഗ്യം അത് റമദാൻ 20 മുതൽ 30 ഇടയിലുള്ള ഒറ്റ രാത്രികൾ ആണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ നാം എല്ലാ രാവുകളിലും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ വളരെ ശ്രദ്ധാലുക്കളാകണം എന്നതുകൂടി നാം ഗൗരവത്തിലെടുക്കണം. ജഗന്യന്താവായ അല്ലാഹു ലൈലത്തുൽ ഖദറിന്റെ സൗഭാഗ്യവന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.